ഒരു വേദനേൻ്റെ കൂടെ കല്ലിറക്കുന്ന ആ ഒരു വേദന തന്നെയായിരുന്നു. ഓരോ വീഡിയോയുടെ താഴെയും നാളെ നീ ചത്തുപോകും, അല്ലെങ്കിൽ നാളെ നീ ഉണ്ടാവില്ല, ഇത്രയും ഫുഡ് കഴിച്ചാൽ. വീണ് കിടക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ അവർ വരുന്നു. 2 മക്കളുണ്ട് എനിക്ക്. 2 മക്കളെയും കണ്ടിട്ടില്ല. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ലോകം മാറി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഇത്രയും കാലം ഉണ്ടായിരുന്ന ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. എൻ്റെ പേര് സുബിത. ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. കണ്ണൂർക്കാരിയാണ്. ട്രിവാൻഡ്രത്ത് ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങളൊരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, ഞാൻ, എൻ്റെ ഏട്ടൻ. അച്ഛൻ ഗവൺമെൻറ് ജോലിയായിരുന്നു. അച്ഛൻ ജീവിച്ച് തന്നെ ഞങ്ങൾക്കും പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കൾക്കും വേണ്ടിയാണ്. അത്രയും സ്നേഹവും അത്രയും സഹായവും അച്ഛൻ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളെ നാട്ടിൽ ചോദിച്ചാൽ തന്നെ അറിയാം അച്ഛൻ എങ്ങനെയായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ. അങ്ങനെയാണ്, അത്രയും പാവമാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എവിടെയാണെങ്കിലും ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾ 4 പേരും ഒരുമിച്ചായിരുന്നു പോകുന്നത്. അച്ഛനും അമ്മയും ഞാനും ഏട്ടനും ഒരുമിച്ച് പോകുന്നത് കണ്ടിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരുമിച്ചാണല്ലോ. അത്രയും ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ ഒരു കല്യാണത്തിനാണെങ്കിലും ഒരു ടൗണിലേക്ക് പോവുകയാണെങ്കിലും എന്നും ഒരുമിച്ച്. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ വളർന്നു. ഞാൻ MCAക്ക് പഠിക്കുന്നു, ഏട്ടൻ എഞ്ചിനീയറിങ് കഴിഞ്ഞു. ആ ഒരു സമയത്ത് MCA ലാസ്റ്റ് സെമസ്റ്റർ ആകുമ്പോഴാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചത്. ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെ ആഗ്രഹമായിരിക്കും മക്കളുടെ കല്യാണം. അതായിരിക്കും ഏറ്റവും വലിയ സ്വപ്നം. അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു കല്യാണ ദിവസം ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാത്തു നിന്ന് എല്ലാ ഒരുക്കങ്ങളും ആയി. ഒരു 8 ദിവസം ബാക്കി നിൽക്കുകയായിരുന്നു എൻ്റെ അച്ഛൻ പോയത്. ഞങ്ങൾ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, സാധനം എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ എടുക്കാൻ പോകാൻ നിൽക്കുമ്പോൾ അച്ഛൻ്റെ അടുത്തൊരു ബന്ധു മദ്യലഹരിയിലായിരുന്നു. അച്ഛനെ ഒന്ന് പിടിച്ച് തള്ളി. ആ ഒരു തള്ളലിൽ അച്ഛന് വന്നൊരു ഷോക്ക് അറ്റാക്കിലായിരുന്നു അവസാനിച്ചത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ലോകം അങ്ങ് മാറി. അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. ഉറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഒരിക്കലും എഴുന്നേൽക്കേണ്ട, അങ്ങനെയായിരുന്നു അമ്മയും ഞാനും ഏട്ടനും വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നും ഉറങ്ങിയാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളെ ലോകം മുഴുവൻ ശൂന്യമായി. ഇനി എന്താ മുമ്പോട്ട് പോകേണ്ടത്, എങ്ങനെ മുമ്പോട്ട് പോകണം ഒന്നും അറിയില്ല. ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. കാരണം അച്ഛനാണ് എല്ലാം ചെയ്യുന്നത്. ഒരു കറണ്ട് ബില്ല് അടക്കാൻ പോലും ഞങ്ങൾക്ക്, എൻ്റെ ഏട്ടനുണ്ട്, പക്ഷേ ഏട്ടനും അറിയില്ല. കാരണം അച്ഛൻ്റെ ബാക്കിലായിരുന്നു ഞങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഞങ്ങൾക്ക് മുമ്പോട്ട് പോകണമെന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ എല്ലാ ബന്ധുക്കളും ഞങ്ങളെ അത്രയും മുറുകെ പിടിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്തൊന്ന് എഴുന്നേറ്റ് നിന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉറപ്പിച്ച കല്യാണം മുടങ്ങിയെങ്കിലും പിന്നെ നടത്തി ഞങ്ങൾ തിരുവനന്തപുരത്തോട്ട് വന്നു. പക്ഷേ ഇതൊക്കെ ഈ ഒരു കാലയളവ്, വളരെ ചെറിയ കാലയളവിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ കൂടെയുള്ളവരൊക്കെ അതായത് എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ബന്ധുക്കൾ തന്നെ ഞങ്ങളെ വിട്ടു പോവുകയാണെന്ന് ഞങ്ങൾക്ക് അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. അത്രയും ഞങ്ങൾ അന്ധമായിട്ട് വിശ്വസിച്ച ആൾക്കാർ ഞങ്ങളെ കൂടെ ഇല്ല. അത് ഞങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു വേദനേൻ്റെ കൂടെ കല്ലിറക്കുന്ന ആ ഒരു വേദന തന്നെയായിരുന്നു അത് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടായി, ഒരു മോൻ, ആദ്യത്തെ മോനുണ്ടായി. പിന്നെ ഞാൻ പഠിച്ചതിൽ പിന്നെ ജോലി ചെയ്തു. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഈ ഒരു കൊറോണ സമയത്തായിരുന്നു ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. മനസ്സിലെന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ആവണം, എവിടെയെങ്കിലും എത്തണം. എല്ലാവർക്കും ഒന്നുമില്ല, ഞങ്ങളെക്കൊണ്ട് ഒന്നും നടക്കില്ല, അങ്ങനൊരു ചിന്തയുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങളെ വിട്ടെല്ലാവരും പോയത്. അച്ഛനുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ അവർ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവർ ഞങ്ങളെ കൂടെ ഉണ്ടായത്. അപ്പോൾ എന്തെങ്കിലും ആവണം എന്നുള്ള ചിന്ത എൻ്റെയും എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ജോലി ചെയ്തു. അതുമാത്രമല്ല, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഒന്നും അറിയില്ല, വീഡിയോ ഇടാൻ അറിയില്ല, വീഡിയോ എങ്ങനെ പോകും ഒന്നും അറിയില്ല. പക്ഷേങ്കിൽ വീഡിയോ ഇട്ടു. അങ്ങനെ വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചാലഞ്ചസും അതുപോലെ കുറേ എഡിബിൾ കേക്ക്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുറേ വൈറലായി, ട്രെൻഡിങ്ങിൽ വന്നു. ഒരുപാട് നെഗറ്റീവ്സാണ് വന്നത്. നെഗറ്റീവ്സ് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട്, ഒന്നാമത് ഈ ഒരു സങ്കടം നമ്മളെ മനസ്സിലെന്നും ഉണ്ടാവുമല്ലോ, മരണം വരെ അത് പോവില്ല. അപ്പോൾ ഇത്രയും സങ്കടത്തിനിടയിൽ ഒരുപാട് നെഗറ്റീവ്സ് വരുമ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഫുഡ് ചാലഞ്ച് വീഡിയോസാണ് കൂടുതൽ ചെയ്തത്. അപ്പോൾ ഓരോ വീഡിയോയുടെ താഴെയും നാളെ നീ ചത്തുപോകും, അല്ലെങ്കിൽ നാളെ നീ ഉണ്ടാവില്ല, ഇത്രയും ഫുഡ് കഴിച്ചാൽ, ഇങ്ങനെ കഴിച്ചാൽ എന്ന് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ആദ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായെങ്കിലും, പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ കൂടെ അമ്മയുണ്ട്. അമ്മയാണ് പറയുന്നത്, അത് എല്ലാവർക്കും വരും, ഇന്നല്ലെങ്കിൽ നാളെ. അമ്മക്ക് അത്രയും ധൈര്യം വന്നു ആ ഒരു സമയത്ത്. എന്തായാലും നാളെ നീ മുന്നോട്ട് പോകണം, നാളെ നീ നിന്നെ എപ്പോഴും പുകഴ്ത്താൻ
കുറേ പേരുണ്ടാവും, നീ മുമ്പോട്ട് പോകാമെന്ന്. ആദ്യമൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. അങ്ങനെയുള്ള കമൻസിന് ഞാനൊന്നും റിപ്ലൈ കൊടുക്കാറില്ല. ഇന്നും എൻ്റെ ചാനലിലുണ്ട് അതുപോലെയുള്ള നെഗറ്റീവ് കമൻസ്, പക്ഷേ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. കാരണം അവർ പറയുന്നവരെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേങ്കിൽ നമുക്കറിയാലോ നമ്മളെങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ? നമുക്ക് നമ്മളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ മറ്റുള്ളവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അതുവഴി എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. പക്ഷേങ്കിൽ അമ്മിയേട്ടനും അതുപോലെ എൻ്റെ ഏട്ടനും അമ്മയും തന്ന ആ ഒരു സപ്പോർട്ട് കൊണ്ട് ഞാൻ അത്രയും ഉയർത്തെഴുന്നേറ്റു തന്നെ പറയാം. ഞാൻ ആ നെഗറ്റീവ്സ് ഒന്നും കണ്ടില്ല. ഞാൻ എന്നും വീഡിയോ ഇടാൻ തുടങ്ങി. എല്ലാ ദിവസവും മുടങ്ങാതെ 3-4 വീഡിയോസ് ഇടാൻ തുടങ്ങി. അങ്ങനെ യൂട്യൂബ് ചാനൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 4 ലക്ഷം സബ്സ്ക്രൈബറിൽ ഇപ്പം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുവഴി തന്നെ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാം. ഞാൻ പുറത്ത് പോകുമ്പോഴാണെങ്കിൽ കുറച്ച് പേർക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അല്ലാന്ന് വിചാരിച്ച ആൾക്കാരുടെ മുമ്പിൽ ഞാനാണെങ്കിലും എൻ്റെ ഏട്ടനാണെങ്കിലും നല്ല രീതിയിലൊരു ജോലിയുണ്ട്, ഇപ്പോൾ പുറത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ആയിന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അറിയായിരുന്നു ഞങ്ങളിങ്ങനെ വീണ് കിടക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ അവർ വരുന്നു. അത് ശരിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എൻ്റെ ലൈഫിൽ വേറൊരു മിറാക്കിൾ നടന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് രണ്ടാമതൊരു മോൻ ജനിച്ചു. അതൊരു വലിയ മിറാക്കിൾ തന്നെയാണ്. കാരണം എൻ്റെ അച്ഛൻ ജനിച്ച അതേ തീയതിയിൽ തന്നെയാണ് എൻ്റെ ഇളയ മോനും ജനിച്ചത്. അത് മാത്രമല്ല, അച്ഛനെ പോലെ തന്നെയാണ് ഇളയ മോനെ കാണാനും വേണ്ടിയിട്ട്. അത് കണ്ടപ്പോൾ തന്നെ അത് എല്ലാവർക്കും ഫാമിലിയിൽ, അതായത് അമ്മയുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഞങ്ങളുടെ അമ്മേൻ്റെ വീട്ടുകാരുണ്ട്. അത് മാത്രമല്ല, എനിക്കൊരു അച്ഛനുണ്ട്, അമ്മിയേട്ടൻ്റെ അച്ഛനുണ്ട്, അങ്ങനെ അമ്മയുണ്ട്, അങ്ങനെ ഒരുപാട് ബന്ധുക്കളുടെ ഉണ്ട്. എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ച സമയത്ത് എൻ്റെ കുഞ്ഞിനെ കാണാൻ ആരും വന്നില്ല. ഇപ്പം വന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആൾക്കാർ, ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആൾക്കാരൊന്നും വന്നില്ല. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണെന്ന്. ഇന്നത്തെ ദിവസം വരെ എനിക്കതിനുള്ള ഉത്തരവില്ല. പക്ഷേ ഇനി അങ്ങോട്ട് എനിക്കതിന് ഉത്തരം വേണമെന്നില്ല. കാരണം ആ ഒരു ഉത്തരം കിട്ടിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഇനിയിപ്പം ബാക്കോട്ട് പോയാലും നമുക്ക് ആ പോയതൊന്നും നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. മുന്നോട്ട് പോകണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെയൊരു ചിന്താഗതിയിലായിരിക്കാം അവർ വിട്ടുപോയത്. കാരണം നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കാം നമ്മൾ അവിടെ ഇട്ടിട്ട് അവർ പോയത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റിയെന്നുള്ളത് അത് വലിയൊരു നേട്ടവും സന്തോഷമായിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റും. അച്ഛൻ പോവാൻ കാരണക്കാരനായ അയാളുടെ കൂടെയാണ് അവരിപ്പോൾ. അതായത് അവരുടെ വീട്ടിൽ പോവുക, അവരുടെ കൂടെ എന്നും അവരുടെ കൂടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ആ ഒരു സങ്കടം, എൻ്റെ അമ്മ ഇന്നും എൻ്റെ അമ്മേനെ കാണുമ്പോൾ എല്ലാവരും പറയും എന്താ ഇങ്ങനെയാണ് കാണുമ്പോൾ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒരിക്കലും ആ ഒരു സങ്കടത്തിൽ നിന്നും പുറത്തു വരില്ല. ജീവിതകാലം മുഴുവൻ അതുണ്ടാവും. എന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയി കാണിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്, ഏട്ടനൊരു ജോലിയുണ്ട്. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ശാശ്വതമായിട്ടുള്ളൊരു സ്ഥലമല്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവിടുന്ന് താഴോട്ട് വീഴാം. അതുകൊണ്ട് തന്നെയാണ് ഒരു ജോലിയും, പഠിച്ച ആ ഒരു ഫീൽഡിൽ ഒരു ജോലിയും നേടാൻ പറ്റിയത്. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ അടുത്ത ആൾക്കാരെന്നും ഉണ്ടാവും, കൂട്ടുകാരുണ്ടാവും. പക്ഷേങ്കിൽ ഒരുപാട് പേരുടെ ഫേസസ് എന്ന് പറയുന്നത് ഫേക്ക് ഫേസസ് ആണ്. അച്ഛനാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടിയെത്തും, എല്ലാ കാര്യത്തിനും ഓടിയെത്തും. അവരുടെ ഒരു കല്യാണമാണെങ്കിൽ, ഒരാളുടെ ഒരു നൂലുകെട്ടാണെങ്കിൽ അച്ഛനാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ആ കാലത്ത് വലിയൊരു കാര്യമായിരുന്നു. കാരണം അത്യാവശ്യം നല്ല നിലയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. ഇതിപ്പോൾ അച്ഛനില്ലാന്നായപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായത് കൊണ്ടാണോ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഇല്ലാത്തതെന്ന് അറിയില്ല. അങ്ങനെയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം അത്രയും തളർന്നു കിടന്ന ആ ഒരു സമയത്ത് ഞങ്ങളെ വിട്ടിട്ട് പോവാന്ന് പറയുന്നതിൽ പരം വേറെ ക്രൂരതയൊന്നുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എൻ്റെ 2 മക്കളുണ്ട്. എനിക്ക് 2 മക്കളെയും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അച്ഛൻ അത്രയും സ്നേഹിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ലൈഫിൽ വന്ന ഏറ്റവും വലിയൊരു സങ്കടമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. അച്ഛൻ പോയെങ്കിലും അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ കല്യാണം കഴിക്കുക, അതുപോലെ എൻ്റെ ഏട്ടൻ കല്യാണം കഴിക്കുക, നല്ല നിലയിൽ ജീവിക്കുക. ആ ഒരു ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സർവൈവ് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് അങ്ങോട്ട് കല്യാണം കഴിക്കണമെന്നോ അത് മുൻപോട്ട് പോകണമെന്നോ, അതായത് മുന്നോട്ട് ജീവിക്കണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹം ശരിക്കും അന്ന് അച്ഛൻ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ അച്ഛൻ്റെ ആഗ്രഹം അന്ന് ഉണ്ടായിരുന്നു ഉള്ളിലെന്നും. അച്ഛൻ ഇങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം അച്ഛൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അച്ഛൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചത് തന്നെ ഞങ്ങൾ ആ ഒരു നിലയിലേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയായാലും അതിനകത്ത് പുറത്ത് വരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ച് അങ്ങനെയാണ് ഞാനും എൻ്റെ ഏട്ടനും ഇവിടെ അമ്മയുടെ കയ്യും പിടിച്ച് ഇങ്ങനെ കല്യാണം
കല്യാണവും അങ്ങനെ എങ്ങനെ കല്യാണം നടത്തി എന്നൊന്നും ശരിക്കും പറഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു ടാസ്ക്കായിരുന്നു. കാരണം ഏട്ടനായിരുന്നു ഉണ്ടായത്. ഏട്ടൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. അങ്ങനെ അമ്മയുടെ വീട്ടുകാരൊക്കെ കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് സഹായിച്ച് അത് ആ ഒരു രീതിയിൽ സഹായിച്ചു എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സഹായമല്ല, കൈ പിടിച്ചു എന്നാണ്. അത് നമുക്ക് എന്നും വേണ്ടത് താങ്ങും തണലുമാണല്ലോ ആ സമയത്ത് കൈ പിടിച്ച് ഞങ്ങളെ മുമ്പോട്ട് നയിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരുണ്ട്. അവരൊക്കെയാണ് ഞങ്ങളെ മുമ്പോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുണ്ടായത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്നു. അതായത് നല്ല രീതിയിൽ അച്ഛൻ ആഗ്രഹിച്ച ആ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾക്ക് എത്താൻ പറ്റി എന്നുള്ളത് ശരിക്കും ഞങ്ങൾക്കൊരു സന്തോഷം തന്നെയാണ്. ഒരു സങ്കടം ആയിട്ട് അച്ഛനുള്ളിൽ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. അച്ഛൻ ആഗ്രഹിച്ച ആ ഒരു നിലയിൽ തന്നെയാണ് ഞങ്ങളിപ്പം പോകുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അതായത് ഇങ്ങനെ ഒരു വലിയ ഒരു വിഷമം നമ്മളെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെയാണ് നമ്മളുടെ മുമ്പിലുള്ള ഫേക്ക് ഫേസസ് എന്ന്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം ചെറിയ ചെറിയ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ നമ്മളെ കൂടെ ഉണ്ടാവും. വലിയൊരു ദുഃഖം വരുമ്പോൾ അവർക്ക് പിന്നെ ഒരു നേട്ടങ്ങളും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് അവൾ നമ്മളെ കൈയൊഴിയുന്നത്. കാരണം അവരുടെ മേത്ത് നമ്മൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആവുമോ എന്നൊരു സംശയം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവർ നമ്മളെ കൈ ഒഴിഞ്ഞത് തന്നെ. അതുകൊണ്ട് ഫേക്ക് ഫേസസ് ഉണ്ടാവണം, അത് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വിഷമം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്നും പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും അന്ധമായിട്ട് വിശ്വസിക്കരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മളെ കൈയൊഴിയും. നമ്മളുടെ കൂടെ അതായത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊരു ചിന്തയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. നമുക്ക് ഏതൊരവസ്ഥയിലും നമുക്ക് ജയിക്കാനും പറ്റും. ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം അങ്ങനെയൊരു ചിന്ത നമ്മൾ ഉണ്ടാവരുത്. അങ്ങനൊരു സാഹചര്യം, ഇപ്പം അച്ഛൻ പോയൊരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ തളർന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പം നമ്മളുണ്ടാവും എന്നുള്ളൊരു ചിന്ത, ആ ഒരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോവുക, എല്ലാ സിറ്റുവേഷനിലും നമുക്ക് വിജയിക്കാൻ പറ്റും, അത് ഉറപ്പാണ്. ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും എന്ന ചിന്തയിലാണോ നിങ്ങളും? ഇതിനായി ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംവദിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. So download the app today.